നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. യുദ്ധഭീതിയിൽ കുറ്റസമ്മതം. ഭീകരതയെ പിന്തുണച്ചെന്ന പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഭാരതത്തിന്റെ നീക്കങ്ങൾ തിരിച്ചടിയുടെ സൂചന നൽകുന്നതായും സ്കൈ ന്യൂസ് ചാനൽ അഭിമുഖത്തിൽ ആസിഫ്. അതിർത്തിയിൽ സൈനിക വിന്യാസം. അറബിക്കടലിൽ അണിനിരന്ന് പടക്കപ്പലുകൾ. കരസേനാ മേധാവി കാശ്മീരിൽ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര സർക്കാർ. ബന്ദിപ്പോരയിലും ബാസിപ്പോരയിലും ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ വധിച്ചു. നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. ആ ഭീകരർ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് പാകിസ്ഥാൻ. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് RSS. ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്തേ മതിയാവൂ എന്ന് സർസംഘ് ചാലക്. പോരാട്ടം ധർമ്മവും അധർമ്മവും തമ്മിലെന്ന് ഡോക്ടർ മോഹൻ ഭാഗവത്. ഭീകരാക്രമണത്തിന് ശേഷം ആദ്യ നാടുകടത്തൽ. അട്ടാരി വാഗ അതിർത്തി വഴി വന്ന BBയെ നാടുകടത്തി. സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. ദേശസ്നേഹി രാമചന്ദ്രന് വിട ചൊല്ലി മലയാള നാട്. ഭൗതികദേഹം ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിച്ചു. ചങ്ങമ്പുഴ പാർക്കിലും ഇടപ്പള്ളി വസതിയിലും അണമുറിയാത്ത ജനപ്രവാഹം. ഗണഗീതം ചൊല്ലി വിട. ഭാരത് മാതാ കീ ജയ് വിളിച്ച് യാത്രാമൊഴിയേകി സഹധർമ്മിണി. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K. കസ്തൂരിരംഗൻ അന്തരിച്ചു. അന്ത്യം ബംഗളൂരുവിൽ. വിടവാങ്ങിയത് ബഹിരാകാശ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ മലയാളി. അനുശോചനം രേഖപ്പെടുത്തി RSS. മാർപ്പാപ്പയുടെ സംസ്കാരം നാളെ. പൊതുദർശനം ഇന്ന് രാത്രി 10:30 വരെ. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു വത്തിക്കാനിൽ. വീര സവർക്കറെ അവഹേളിച്ച രാഹുലിന് സുപ്രീം കോടതിയുടെ താക്കീത്. സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ച് അനാവശ്യ പരാമർശം അനുവദിക്കില്ല. സവർക്കർ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ആരാധിക്കുന്ന മഹാനെന്നും കോടതി. ആവർത്തിച്ചാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. ഭീകരതയ്ക്ക് മാപ്പില്ല. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളെ അരുങ്കൊല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ ശക്തം. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തി വിവിധ മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ്. ഉദ്ധംപൂരിലെ വടക്കൻ കമാൻഡോ ആസ്ഥാനത്തെത്തി 15 കോർപ്സ് കമാൻഡറുകളുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ബൈസരൻ വാലിയിലും ഉടൻ അദ്ദേഹം സന്ദർശനം നടത്തും. ഭീകരർക്കായി വിവിധ മേഖലകളിൽ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, കരസേനാ മേധാവി പഹൽഗാമിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. കമാൻഡോകളുമായി അതിർത്തി മേഖലയുണ്ടായിട്ടുള്ള സംഘർഷ സാധ്യതകൾ, ഭീകരർക്കായുള്ള തെരച്ചിൽ, എല്ലാ വിഷയങ്ങളും അദ്ദേഹം നേരിട്ട് അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അവിടെ സൈനിക വിന്യാസത്തിന് നേതൃത്വം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ.
വിനോദ്, കരസേനാ മേധാവി ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ശ്രീനഗറിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ പോലീസിലെയും അതേപോലെ തന്നെ CRPF-ലെയും ഒപ്പം തന്നെ കരസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ഈ പെഹൽഗാമിൽ ബൈസരൺ വാലിയിൽ സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി ചോദിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല, എന്തുകൊണ്ട് ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം തിരക്കിയത്. അതിൽ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നൽകുന്ന മറുപടി ഇതാണ്. അതായത് അവിടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ പെഹൽഗാമിലുള്ള ബൈസരൺ വാലി ഈ ടൂറിസ്റ്റുകൾക്കായിട്ട് ഏറെ നാൾക്ക് ശേഷം തുറന്നു കൊടുത്തത്. അങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ അവിടുത്തുള്ള ഈ സൈനിക വൃത്തങ്ങളെയോ അല്ലെങ്കിൽ CRPF-നെയോ ഒന്നും തന്നെ ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്ന് ഉദ്യോഗസ്ഥർ കരസേനാ മേധാവിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ അവിടെ വലിയ പ്രശ്നമുള്ള മേഖലയായിരുന്നു. അവിടെ ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്താതെ എന്തിന് ഈ മേഖല അല്ലെങ്കിൽ ഈ ബൈസരൺ വാലി വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കുകയാണ്. ഏതായാലും അതിനുശേഷം അദ്ദേഹം നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനവും സന്ദർശിച്ചു. ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും അതിർത്തി മേഖലയിൽ യഥാർത്ഥത്തിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതം ഇതിനോടകം തന്നെ ഈ മേഖലയിലേക്ക് സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ മേഖലയിലേക്ക് എയർഫോഴ്സിൻ്റെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ തയ്യാറായി ബാലാക്കോട്ട് അടക്കമുള്ള മേഖലകളിൽ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിലാണ് ഇന്ന് 2 ഭീകരവാദികളുടെ വീടുകൾ ഈ പ്രത്യേക സംഘം തകർത്തത്. ആ സംഘത്തിൽ CRPF-ഉം അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ സംഘവും ഒപ്പം തന്നെ കരസേനയുടെ സംഘവും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് രാത്രിയിൽ 12:30 ഈ സംഘം ഈ വീടുകളിലേക്ക് എത്തുന്നത്. ത്രാലുള്ള ഒരു തീവ്രവാദിയുടെ, അതായത് നേരത്തെ തന്നെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. 3 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇവരുടെ തലയ്ക്ക് വില 20 ലക്ഷം രൂപയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇട്ടത്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർക്ക് ആ 20 ലക്ഷം രൂപ ലഭിക്കുമെന്നുള്ളതായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ ഈ 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടതിൽ 2 പേരുടെ വീടുകളാണ് തകർത്തത്. ഒന്ന് ത്രാലിൽ അവിടെ ആസിഫിൻ്റെ വീടാണ് തകർത്തത്. ആസിഫ് ഹുസൈൻ്റെ വീട് തകർക്കുന്ന സാഹചര്യമുണ്ടായി. ആ വീട് പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലായിരുന്നു. നമ്മൾ അവിടെ നേരിട്ടെത്തി ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ വീട് പൂർണ്ണമായും തകർത്തു. സൈന്യം അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിലും ആ പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ആൾക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷമായിരുന്നു ഈ സൈനിക നടപടി, ഈ പ്രത്യേക സംഘത്തിൻ്റെ ദൗത്യ സംഘത്തിൻ്റെ പ്രത്യേക നടപടിയിലേക്ക് കടന്നത്. ബോംബ് ഉപയോഗിച്ചായിരുന്നു ആ വീട് തകർത്തത്. അതിനുശേഷം ഈ സംഘം അവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ സൈന്യത്തിനും പോലീസിനും ഒക്കെ നേരെ ആയുധമെടുക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമായിരുന്നു 2014 മുമ്പുണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം ആ സാഹചര്യങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും ഒരു പ്രതിഷേധം പോലും ഉയർത്തുവാൻ ആർക്കും സാധിച്ചില്ല. അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദിയുടെ വീട് തകർത്തതിൽ ആർക്കും യാതൊരുവിധ പ്രതിഷേധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം 2014 ശേഷം കാശ്മീരിലുണ്ടായ വലിയ മാറ്റമാണ്. കാശ്മീരിൽ ടൂറിസം മേഖല വലിയ പരിണാമമാണ് ഈ ടൂറിസം മേഖലയിലുണ്ടായത്. കാശ്മീരി ജനതയുടെ 80% വരുമാന മാർഗം എന്നുള്ളത് ടൂറിസമാണ്. ആ ടൂറിസത്തെ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകരാക്രമണമോ അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളൊക്കെ ബാധിച്ചാൽ സ്വാഭാവികമായും അതിൽ വലിയ നഷ്ടമുണ്ടാകുക ഈ കാശ്മീർ ജനതയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഭീകരാക്രമണം നടന്നു. 22-ാം തീയതി ഭീകരാക്രമണം നടക്കുന്നു. 23-ാം തീയതി കാശ്മീരിലെ മുഴുവൻ ഈ ശ്രീനഗർ അടക്കമുള്ള മേഖലകളിൽ അവർ ബന്ദ് ആചരിച്ചുകൊണ്ട് ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ ഒരു വിഭാഗം കാശ്മീരി ജനത തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടത് ഇപ്പോഴും ഇവരെ ഈ തീവ്രവാദ സംഘത്തെ സഹായിക്കുന്ന ചിലർ ഈ കാശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പെഹൽഗാമിലെ ബൈസരൺ വാലിയിൽ ഇത്തരം ഒരു അക്രമം നടത്തുവാൻ വേണ്ടി ഈ തീവ്രവാദ സംഘത്തിന് സാധിച്ചത്, ലഷ്കർ ഇ തോയ്ബ സംഘത്തിന് സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ബൈസരൺ വാലി എന്നുള്ള സ്ഥലം റോഡിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ. സാധാരണഗതിയിൽ പെട്ടെന്ന് പുറത്തുനിന്നും വരുന്ന ഒരാൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ ഈ അവിടെയുള്ള ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ആരെങ്കിലുമൊക്കെ സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിനോടകം തന്നെ ഏതാണ്ട് 1500-ലധികം ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും ഏതാണ്ട് 100-ലധികം ആൾക്കാർ ജമ്മു കാശ്മീർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അനന്തനാഗ് അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം NIA-യും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും
അന്വേഷണം ഒരു തരത്തിൽ പുരോഗമിക്കുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ നിലവിൽ സമാധാന സാഹചര്യം നിലനിൽക്കുമ്പോൾ എപ്പോഴാണ് ആ സാഹചര്യം മാറുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പ്രകോപനപരമായ പ്രസ്താവനകൾ പുറത്തുവിട്ടു കഴിഞ്ഞു. ഭാരതത്തെ നയതന്ത്രപരമായി ഭാരതം നടത്തിയ ആക്രമണത്തെ നേരിടുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ നടത്തിയ പ്രസ്താവനകൾ അത് കൃത്യമായി തന്നെ ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യവും നേരിടാൻ ഭാരതം തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സൈനിക ശേഷിയിലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും ഭാരതം എല്ലാ രീതിയിലും സുസജ്ജമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈൻ ഓഫ് കൺട്രോളിലടക്കം BSFൻ്റെ കൂടുതൽ ഫോഴ്സിനെ വിന്യസിച്ചു. അതേപോലെ തന്നെ മറ്റ് പാരാമിലിറ്ററി ഫോഴ്സിനെ അതിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി CRPFനെ അടക്കം ഈ മേഖലകളിലേക്ക് കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല സൈന്യത്തിൻ്റെ വൈറ്റ് കോർപ്പ് എന്നുള്ള ഒരു പ്രത്യേക ബറ്റാലിയനെ ഈ മേഖലയിലേക്ക് കൂടുതലായി അവരുടെ അഡീഷണൽ ഫോഴ്സ് വിന്യസിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെയായിട്ടും ഈ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവരെ വധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഈ മേഖലകളിൽ, അതായത് ഈ ബൈസരൺ വാലി മേഖല എന്നുള്ളത് പൈൻ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടും. ആ മേഖലയിൽ വന്ന് അക്രമം നടത്തിയവർ അവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. കാര്യം ഈ അക്രമം നടന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ കരസേനയുടെയും അതേപോലെ തന്നെ CRPFൻ്റെയും ഫോഴ്സ് ആ മേഖലയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രദേശം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഈ മേഖലയിൽ ഏതാണ്ട് 50 കിലോമീറ്റർ റേഡിയസിൽ വളരെ സമഗ്രമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ പ്രത്യേക സംഘം നടത്തിവരുന്നത്. വിനോദ്, വളരെ കൃത്യമായ വിവരങ്ങളാണ് പഹൽഗാമിൽ നിന്നും S. നന്ദഗോപൻ പങ്കുവെക്കുന്നത്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തിയിരിക്കുന്നു. അദ്ദേഹം സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. എന്തായാലും പഹൽഗാമിനുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. ആ തീവ്രവാദികളുടെ വീടുകൾ ബോംബ് വെച്ച് തന്നെ തകർത്തിരിക്കുന്നു. അവിടെ സമീപ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരെയും ഒഴിപ്പിച്ച ശേഷമായിരുന്നു സൈന്യത്തിൻ്റെ ശക്തമായ ഈ നടപടി. സൈനിക നടപടി അവിടെ ശക്തമായി തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാമിൽ നിന്നും തത്സമയ വിവരങ്ങളാണ് നന്ദഗോപൻ പങ്കുവച്ചത്. യുദ്ധഭീതിയിൽ പാകിസ്ഥാൻ. ഭാരതത്തിൻ്റെ നടപടി യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. ഭാരതവുമായുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാൽ പാകിസ്ഥാൻ സൈന്യം ഏത് സാഹചര്യം നേരിടാനും തയ്യാറാണെന്നും പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ടെലിവിഷൻ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നു. ജിഷ്ണു, പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ് ഭാരതം ഇക്കാര്യത്തിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന പ്രകോപനം അവർ തിരിച്ചറിയുന്നു, അവർ ഭയപ്പെടുന്നു. ഈ ഒരു സാഹചര്യം, യുദ്ധസമാനമായ സാഹചര്യമുണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയാണ്. കാരണം ഈ തീവ്രവാദികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ പിന്തുണയും പാകിസ്ഥാനാണ് നൽകുന്നത് എന്ന് കൃത്യമായ ചില തെളിവുകളോടെ ഭാരതം അത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും യുദ്ധമുണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നു, തിരിച്ചറിയുന്നു. അങ്ങനെ തന്നെയല്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ്, പഹൽഗാമിൽ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ള 26 ജീവനുകൾക്ക് അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകാൻ, അത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകാനുള്ള നടപടികളും നീക്കങ്ങളും ഭാരതം നടത്തുന്നതോടെയാണ് ഒരു യുദ്ധഭീതിയിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഭാരതം എന്നുള്ളത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ്. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഭാരതം കടന്നാൽ അത് താങ്ങുന്നതിനോ അത് നേരിടുന്നതിനുള്ള ഒരു ശക്തിയും പ്രാപ്തിയും നിലവിൽ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തകർന്നടിയുമെന്ന തിരിച്ചറിവ് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു യുദ്ധമുണ്ടാകാൻ പോകുന്നു എന്ന സൂചന നൽകാനാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലുപരി യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ജമ്മു കശ്മീരിലും ഒപ്പം കര, വ്യോമ, സമുദ്ര അതിർത്തിയിലും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. സമുദ്ര അതിർത്തിയിൽ യുദ്ധക്കപ്പലുകളും വ്യോമ അതിർത്തിയിൽ ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഒപ്പം കരയിൽ അത്രയധികം ടാങ്കറുകളും ഉൾപ്പെടെ നിരത്തിക്കൊണ്ട് യാതൊരു തരത്തിലും തിരിച്ചൊരു അക്രമം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ്, പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ടാണ് ഭാരതം തിരിച്ചടി ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ തന്നെ വിവിധ ഇടങ്ങളിൽ, വിവിധ സെക്ടറുകളിൽ ഭീകരർക്ക് വേണ്ടിയുള്ള പരിശോധനയും
ഏറ്റുമുട്ടലുകളും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം 1% പോലും ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഏത് സാഹചര്യവും നേരിടാൻ തക്ക യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ഭാരതം നടത്തിയിട്ടുണ്ട്. ഈ തയ്യാറെടുപ്പുകളും നീക്കങ്ങളും കണ്ട് ഭയന്ന് തന്നെയാണ് ഒരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നും ഒപ്പം പഹൽഗാം ഭീകരാക്രമണം ഒരു യുദ്ധത്തിലേക്ക്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പഹൽഗാം ഭീകരാക്രമണം കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന പ്രതികരണം ഒരു ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയിട്ടുള്ളത്. കാരണം നിലവിൽ ലോക രാഷ്ട്രീയത്തിൽ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഭീകരവാദ ശക്തികൾക്കുമൊപ്പം ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും പഹൽഗാമിൽ വീണ ചോരയ്ക്ക് ഭാരതം നൽകുക എന്ന സൂചനയും എന്ന വിലയിരുത്തലുകളും ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു തിരിച്ചടി എങ്ങനെ ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ, അതായത് എവിടെയായിരിക്കും അടി കിട്ടുക എന്ന് പോലും ഊഹിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് പാകിസ്ഥാനുള്ളത്. അത്തരത്തിൽ തിരിച്ചടികൾ നേരത്തെ ഉറിക്കും പുൽവാമയ്ക്കുമെല്ലാം ഭാരതം ഏത് രീതിയിലാണ് മറുപടി നൽകിയത് എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അത്രയധികം രാജ്യത്തെ വേദനയിലാഴ്ത്തിയ, അത്രയധികം രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ മുറിവ് വരുത്തിയ സംഭവമാണ് പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ മതപരമായിട്ടുള്ള വേർതിരിവുണ്ടാക്കുന്നതിനും സംഘർഷവും കലാപവും പോലും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ലഷ്കർ-ഇ തൊയ്ബ, പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ-ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് പഹൽഗാമിൽ ആളുകളുടെ മതം ചോദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. അതിനെതിരെയുള്ള നടപടികൾ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഭാരതം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് പഹൽഗാം ഭീകരാക്രമണം ഒരു യുദ്ധത്തിന് വഴിവെക്കും എന്ന പ്രതികരണം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ നടത്തിയിട്ടുള്ളത്. നിലവിൽ പാകിസ്ഥാനെതിരെ സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പാക് പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു. ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരോട് ഒരാഴ്ചയ്ക്കകം രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു. ഭാരതത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാർ, പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിരവധി തവണ തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ, അത് നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായി തുടർച്ചയായ യോഗങ്ങൾ ഡൽഹിയിലും ജമ്മു കാശ്മീരിലും എത്തുന്നു. കര, വ്യോമ, നാവികസേനയോട് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും യുദ്ധഭീതിയിലാണ് പാകിസ്ഥാൻ. ഭാരതത്തിന്റെ നടപടി യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ആശങ്ക പങ്കുവെക്കുന്നു. ഭാരതവുമായുള്ള നയതന്ത്ര സംഘർഷം വർദ്ധിച്ചു വരുന്നതിനാലാണ് പാകിസ്ഥാൻ സൈന്യം ഏത് സാഹചര്യം നേരിടാനും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശവും പാക് പ്രതിരോധ മന്ത്രി മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ പുകഴ്ത്തി പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ ഭീകരർ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെയാണെന്ന് പരാമർശം. പാകിസ്ഥാന് ഭീകരാക്രമണവുമായി പങ്കില്ല എന്നും ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കില്ല എന്നും പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് പാക് വിദേശകാര്യമന്ത്രി കൂടിയായ ദാറിൻ്റെ ഈ പരാമർശം. അതേസമയം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ്റെ പങ്ക് മറനീക്കി പുറത്തു വരികയാണ്. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികൾ തുടർന്ന് ഭാരതം. പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടി വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ. ഓരോ സംസ്ഥാനങ്ങളിലും പാക് പൗരന്മാരുടെ തിരിച്ചുപോക്ക് മുഖ്യമന്ത്രിമാർ നേരിട്ട് ഉറപ്പുവരുത്തണം. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യമന്ത്രിമാർക്ക് അടിയന്തര നിർദ്ദേശവും നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ച കടുത്ത നടപടികളുടെ ഭാഗമായി എല്ലാ പാക് പൗരന്മാരോടും 48 മണിക്കൂറിനുള്ളിൽ ഭാരതം വിട്ടുപോകാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായുള്ള സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് അടിയന്തര നിർദ്ദേശം നൽകിയത്. ഓരോ സംസ്ഥാനങ്ങളിലും നിലവിൽ പാകിസ്ഥാൻ പൗരന്മാരുണ്ടെങ്കിൽ വിവരം ശേഖരിക്കണം. അവരുടെ തിരിച്ചുപോക്കുൾപ്പെടെയുള്ള നടപടികൾ മുഖ്യമന്ത്രിമാർ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വാഗ അട്ടാരി ബോർഡർ അടയ്ക്കാനും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും കേന്ദ്രം തീരുമാനിച്ചിരുന്നു. ഇതിനു പിറകെ പാക് ഹൈക്കമ്മീഷന് നൽകി വന്ന സുരക്ഷ ഡൽഹി പോലീസ് വെട്ടിക്കുറച്ചു. ഭീകരവാദത്തെ തള്ളിപ്പറയുന്നതുവരെ പാകിസ്ഥാനുമായി സഹകരിക്കില്ലെന്ന ഉറച്ച നിലപാട് ഭാരതം വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത തീവ്രവാദ ആക്രമണത്തിന് കാരണക്കാരായ 2 ഭീകരന്മാരുടെ വീടുകൾ സുരക്ഷാ സേന തകർത്തു. ലഷ്കർ-ഇ തൊയ്ബ ഭീകരന്മാരായ ആസിഫ് ഷെയ്ഖ്, ആദിൽ ഹുസൈൻ തോക്കർ എന്നിവരുടെ വീടുകളാണ് ബോംബ് ഉപയോഗിച്ച് പ്രത്യേക സംഘം തകർത്തത്.
കഴിഞ്ഞ ചൊവ്വാഴ്ച പഹൽഗാമിലെ ബൈസ്രൻ താഴ്വരയിൽ 26 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്ത ലഷ്കർ ഭീകരരിൽ 2 പേരുടെ വീടുകളാണ് തകർത്തത്. സൈന്യത്തിന്റെയും ജമ്മുകാശ്മീർ പോലീസിന്റെയും CRPFന്റെയും സംഘാംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യ സംഘം ഇന്ന് പുലർച്ചെ ബോംബ് ഉപയോഗിച്ചാണ് വീടുകൾ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ ഭീകരൻ ആദിൽ ഹുസൈൻ തോക്കറിന്റെ അനന്തനാഗ് ജില്ലയിലെ ഗുരിയിലുള്ള വീടും മറ്റൊരു ഭീകരനായ ആസിഫ് ഷെയ്ഖിന്റെ പുൽവാമ ജില്ലയിലെ ത്രാത്തിലുള്ള വീടുമാണ് സുരക്ഷാസേന തകർത്തത്. വീട്ടിലുള്ള മുഴുവൻ പേരെയും ഒഴിപ്പിച്ച ശേഷമാണ് വീടുകൾ തകർത്തെറിഞ്ഞത്. फोर्सेस आई थी तो उन्होंने बोला था कि यहाँ से निकल जाओ, अब लगभग 100 मीटर की दूरी बना के रखो. तो जब हम गए थे उधर तो लगभग 12-1 बजे फिर धमाका हो गया इधर से. जब हम इधर आए तो ये मसला हो गया था यहाँ पे. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ലഭിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളാണ് തകർത്തത്. അക്രമം നടത്തിയ ഭീകരരെ തിരിച്ചറിഞ്ഞതിനാൽ തന്നെ കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഭയം ഭീകരരിൽ ഉടലെടുത്തിട്ടുണ്ട്. ഭാരതത്തിനെതിരെ വിശുദ്ധ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന ഇസ്ലാമിക തീവ്രവാദികൾ കാണണം ഈ കാഴ്ച. ഏവർക്കുമുള്ള ഗുണപാഠം കൂടിയാണിത്. മാത്രമല്ല, ചോറിവിടെയും കൂറ് ശത്രുരാജ്യത്തിനും പ്രഖ്യാപിക്കുന്നവർ ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇതേപോലുള്ള തിരിച്ചടികൾ നേരിടുവാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം കശ്മീരിൽ നിന്നും എസ് നന്ദഗോപൻ, ജനം. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് ഇതെന്നും ഭാരതം ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഹിന്ദുവോ സൈനികരോ അവരുടെ മതം ചോദിച്ചതിന് ശേഷം ആരെയും കൊന്നിട്ടില്ല. ചില തീവ്രവാദികൾ സ്വന്തം മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. നമ്മുടെ 8 കൈകളുള്ള ശക്തിയാൽ അസുരന്മാരെ നശിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. दुर्योधनाला सुद्धा सुयोधन म्हणणारा युधिष्ठिर होता, पण असं होत राहिलं तर मग समाज दुपडी राहील. म्हणून दुसऱ्यांचं चांगलं पहा हे सांगणं, आपला समाज एक करणं. कारण आत्ता जी लढाई चालू आहे ना, ती पंथ संप्रदायांची लढाई नाही आहे. पंथ संप्रदायांचा आधार आहे, लढाई आहे धर्माची अधर्माची आहे. म्हणून आपल्या जवानांनी कधी किंवा आपल्या इथल्या लोकांनी कधी कुणाचा धर्म विचारून त्याला मारलं नाही. पण काल ज्या कट्टरपंथ्यांनी उत्पात केला त्यांनी धर्म विचारून मारलं. हिंदू असं कधीही करणार नाही, पण आपल्या संप्रदायाचा चुकीचा अर्थ लावणारे कट्टरपंथी असं करतील. म्हणून देश बलवान पाहिजे. आपल्या मनात दुःख आहे, सगळ्यांचंच अंतःकरण जड आहे. सगळ्या परिवारजनांच्या दुःखात आपण सहभागी आहोत, पण आमच्या मनात क्रोधही आहे आणि तो असला पाहिजे. कारण असुरांचं निर्दालन जर व्हायचं असेल तर 18 भुजांची ती शक्ती ती असलीच पाहिजे. चांगलेपणा दुरुस्त करायचे जे सृष्टीचे मार्ग आहेत त्याच्यात एक मार्ग असा समजावून देण्याचा असतो, म्हणजे अनुभव येतात निर्णय, त्यातून मनुष्य शिकतो, सुधारतो स्वतःला. काही लोक असे असतात थोडे, ते नाहीच सुधरत. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമെന്ന് രാജ്യസഭാ MP കപിൽ സിബൽ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത് ലോകത്തിന് മുമ്പിൽ രാജ്യത്തിൻ്റെ വികാരം പ്രകടിപ്പിക്കുന്നതായി ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കണം. UN സുരക്ഷാ കൗൺസിലും പ്രമേയം പാസ്സാക്കണമെന്നും ചൈന അതിനെ പിന്തുണയ്ക്കുമോ എതിർക്കുമോ എന്ന് അപ്പോൾ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. संदर्भ में मैं 2-3 सुझाव देना चाहता हूं प्रधानमंत्री जी से. पहली बात कि आप एक स्पेशल सेशन ऑफ पार्लियामेंट बुलवाइए, स्पेशल सत्र पार्लियामेंट का बुलवाइए, वहाँ चर्चा कीजिए, सबकी राय लीजिए, क्योंकि देश आपके साथ खड़ा है. രാജ്യം രാജ്യാന്തരം പൂർത്തിയാവുന്നു. ഇനി ജനറൽ ഡിബേറ്റ് കാണാം. നമസ്തേ.